പൊട്ടാറ്റോയും ടൊമാറ്റോയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും പൊട്ടാറ്റോ ടൊമാറ്റോയുടെ കുട്ടിയോ ആണെന്നോ മറ്റോ പറഞ്ഞാൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഭ്രാന്തെന്ന് ആലോചിക്കേണ്ട കാര്യം ഇതാണ്. പുതിയ ഗവേഷണങ്ങൾ കാണിക്കുന്നത് പൊട്ടാറ്റോ ഏകദേശം 90 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൊമാറ്റോ പൂർവികനിൽ നിന്ന് പരിണമിച്ചിരിക്കാമെന്നാണ്. ആൻഡീസ് സ്വദേശിയായ കാട്ടു തക്കാളി എറ്റൂബറോസം എന്ന മറ്റൊരു സസ്യവുമായി സങ്കരിച്ചു എന്നാണ് പഠനം വിശദീകരിക്കുന്നത്. ഈ സങ്കരീകരണ പ്രക്രിയ അവയുടെ ജനിതക വസ്തുക്കളുടെ മിശ്രിതത്തിലേക്ക് നയിച്ചു. അതിൻ്റെ ഫലമായി പൂർണ്ണമായും പുതിയൊരു സസ്യ പരമ്പര ഉണ്ടായി. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയും തമ്മിൽ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 90 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തക്കാളിയുടെ പൂർവികനിൽ നിന്നാണ് ഉരുളക്കിഴങ്ങ് പരിണമിച്ചത് എന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ആൻഡീസിൽ ഒരിക്കൽ വളർന്നിരുന്ന കാട്ടു തക്കാളി എറ്റൂബറോസം എന്നറിയപ്പെടുന്ന മറ്റൊരു സസ്യവുമായി സങ്കരിച്ചു എന്നും ഹൈബ്രിഡൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ രണ്ട് സസ്യങ്ങളും അവയുടെ ജനിതക വസ്തുക്കൾ സംയോജിപ്പിച്ച് പൂർണ്ണമായും പുതിയൊരു സസ്യ പരമ്പര സൃഷ്ടിച്ചുവെന്നും പഠനം പറയുന്നു. അപ്പോൾ പൊട്ടാറ്റോ ശരിക്കും തക്കാളിയുടെ കുട്ടിയാണോ? ടൊമാറ്റോയിൽ നിന്നാണോ പൊട്ടാറ്റോ ഉണ്ടായത്? നോക്കാം. എവല്യൂഷണറി ബയോളജിസ്റ്റ്, അതായത് പരിണാമ ജീവശാസ്ത്രജ്ഞരും ജീനോം ഗവേഷകരും അടങ്ങുന്ന ഒരു സംഘം ഉരുളക്കിഴങ്ങിൻ്റെ വേരുകൾ അതിൻ്റെ അകന്ന ബന്ധുക്കളിലൊന്നായ തക്കാളിയുമായുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ചയിൽ നിന്ന് കണ്ടെത്തി. കാട്ടുരുളക്കിഴങ്ങിൽ നിന്നും വളർത്തിയ ഉരുളക്കിഴങ്ങിൽ നിന്നുമുള്ള 450 ജീനോമുകളെയാണ് ശാസ്ത്രജ്ഞർ പഠിച്ചത്. ഏകദേശം 90 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടു തക്കാളി ചെടി എറ്റൂബറോസം എന്നറിയപ്പെടുന്ന ഉരുളക്കിഴങ്ങിന് സമാനമായ സസ്യവുമായി സ്വാഭാവികമായി കൂടിച്ചേർന്നതായി അവയുടെ ഗവേഷണം തെളിയിച്ചു. സെൽ ജേർണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് ഈ രണ്ട് സസ്യങ്ങളും ഏകദേശം 140 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പങ്കിട്ട ഒരു പൂർവികനിൽ നിന്ന് വേർപിരിഞ്ഞതാണ്. തക്കാളിക്കോ എറ്റൂബറോസത്തിനോ ഇല്ലാത്ത ഒരു പ്രത്യേകത അവ രൂപപ്പെടുത്തിയ ഹൈബ്രിഡ് സസ്യത്തിനുണ്ട്. അതൊരു കിഴങ്ങ് വർഗമാണ്. ആൻഡീസിലെ കാലാവസ്ഥ തണുത്തു തുടങ്ങിയതോടെ ചെടികൾക്ക് ഭൂമിക്കടിയിൽ പോഷകങ്ങൾ സംഭരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ കിഴങ്ങുകൾ വികസിച്ചത്. ആളുകൾ അവ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മനുഷ്യന്റെ ഭക്ഷണക്രമത്തിന്റെ ഒരു പ്രധാന ഭാഗമായി അവ മാറി. ഒരു ഉരുളക്കിഴങ്ങ് തക്കാളിയുടെയും എറ്റൂബറോസത്തിൻ്റെയും കുട്ടിയാണ് എന്ന് ചൈനീസ് അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ ഗവേഷകനും പഠനത്തിന്റെ മുഖ്യ രചയിതാവുമായ ഷിയാങ് ഷാങ് പറഞ്ഞു. മനുഷ്യരുടെ ഫാമിലി ട്രീസ് വരയ്ക്കുന്നതിന് സമാനമായ രീതിയിൽ ജനിതക ബന്ധങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയായ ഫൈലോജനറ്റിക് വിശകലനം അവരുടെ സംഘം ഉപയോഗിച്ചതായി പഠനത്തിന്റെ സഹരചയിതാവും ചൈനയിലെ ലാൻഷോ സർവകലാശാലയിലെ പ്രൊഫസറുമായ ജിയോൺ ക്വാൻ ലിയു CNN-നോട് പറഞ്ഞു. ഇത് സസ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ അവരെ സഹായിച്ചു. ആധുനിക ഉരുളക്കിഴങ്ങിൽ മൊസൈക്ക് പോലുള്ള DNA പാറ്റേൺ അടങ്ങിയിട്ടുണ്ടെന്നും തക്കാളിയിൽ നിന്നും എറ്റൂബറോസത്തിൽ നിന്നുമുള്ള പാരമ്പര്യമായി ലഭിച്ച സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടെന്നും അവരുടെ വിശകലനം കാണിച്ചു. 80 മുതൽ 90 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരൊറ്റ ഇന്റർബ്രീഡിംഗ് സംഭവത്തിൽ നിന്നാണ് ഈ മിശ്രിതം ഉണ്ടായത് എന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. 130 മുതൽ 140 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സസ്യങ്ങൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നതിനാലാണ് ഇത് സാധ്യമായത്. അതിനുശേഷം അവ വ്യത്യസ്ത പാതകളിലൂടെ പരിണമിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് ശേഷം അവയ്ക്ക് പരസ്പരം പ്രജനനം നടത്താൻ ആവശ്യമായ ജനിതക സാമ്യം ഉണ്ടായിരുന്നു. ഈ ജോഡിയാകലിന്റെ ഫലമായി ഉണ്ടായ പുതിയ ഉരുളക്കിഴങ്ങ് ചെടിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വികസിച്ചു. രസകരമെന്ന് പറയട്ടെ, എറ്റൂബറോസം തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും ഉരുളക്കിഴങ്ങിന് അതിൻ്റെ അതുല്യമായ ജീനുകളുടെ മിശ്രിതത്തിലൂടെ ആ കഴിവ് ലഭിച്ചു. ജനിതകപരമായി ഉരുളക്കിഴങ്ങ് ഇപ്പോഴും തക്കാളിയുമായി അടുത്ത ബന്ധം കാണിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അവ ഒരു ചെടി പോലെ കാണപ്പെടുന്നതും എന്നാൽ മറ്റൊരു ചെടി പോലെ പെരുമാറുന്നതും? ഉത്തരം അവയുടെ സങ്കീർണമായ ഉത്ഭവത്തിലാണ്. ഇനി ഉരുളക്കിഴങ്ങ് ചെടികളിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വളരുന്നത് എന്തുകൊണ്ട്? എങ്ങനെയെന്ന് നോക്കാം. 80 മുതൽ 90 വർഷങ്ങൾക്ക് മുമ്പ് തക്കാളി എറ്റൂബറോസം വംശങ്ങൾ സംയോജിപ്പിച്ചപ്പോൾ രൂപപ്പെട്ട മിശ്രിത വംശപാരമ്പര്യം മൂലമാണ് ആധുനിക ഉരുളക്കിഴങ്ങിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടായത് എന്ന് ഗവേഷകർ കണ്ടെത്തി. ഈ ഹൈബ്രിഡൈസേഷൻ, അതായത് സങ്കരവൽക്കരണം, ആദ്യത്തെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. കിഴങ്ങുവർഗ രൂപീകരണത്തിന് പിന്നിലെ ജീനുകൾ 2 മാതൃസസ്യങ്ങളിൽ നിന്നും വന്നതാണെന്ന് പഠനം വ്യക്തമാക്കി. കിഴങ്ങുവർഗ്ഗങ്ങൾ എപ്പോൾ ഉണ്ടാകണം എന്ന് ചെടിയോട് പറയുന്ന SP6A ജീൻ തക്കാളിയിൽ നിന്നാണ് ലഭിച്ചത്. കിഴങ്ങുകളായി മാറുന്ന ഭൂഗർഭ തണ്ടുകൾ വളരാൻ സഹായിക്കുന്ന IT1 ജീനുകൾ എറ്റൂബറോസത്തിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഈ ജനിതക മിശ്രിതം ആദ്യകാല ഉരുളക്കിഴങ്ങിന് ആൻഡീസിലെ തണുത്ത പർവ്വത പ്രദേശങ്ങളിലൂടെ പൊരുത്തപ്പെടാനും
വ്യാപിക്കാനും അനുവദിച്ചു. കിഴങ്ങ് വർഗ്ഗങ്ങൾ വളർത്താനുള്ള കഴിവ് സസ്യത്തിന് ഭക്ഷണവും വെള്ളവും ഭൂമിക്കടിയിൽ സൂക്ഷിക്കാൻ സഹായിച്ചു. ഇത് തക്കാളിയെക്കാളും എക്ടോബറോസത്തെക്കാളും കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കൂടുതൽ അനുയോജ്യമാക്കി. ഈ പൊരുത്തപ്പെടുത്തൽ പൊട്ടറ്റോ ചെടിക്ക് അതിജീവനത്തിന് ഒരു മുൻതൂക്കം നൽകി. ടൊമാറ്റോ അല്ലെങ്കിൽ എക്ടോബറോസം ഉപയോഗിച്ച് വീണ്ടും പ്രജനനം നടത്തുന്നത് തടയുകയും ഒടുവിൽ പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന ഒരു പുതിയ സസ്യ ഗ്രൂപ്പ് രൂപപ്പെടുകയും ചെയ്തു.